പുതിയ പ്രതീക്ഷകളുടെയും പ്രത്യാശയുടെയും സന്ദേശം പകർന്ന ലൈബ്രറി കൗൺസിലിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുതുവത്സരാഘോഷം ശ്രദ്ധേയമായി. കൊല്ലം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. പുതിയ പ്രതീക്ഷകളുടെയും പ്രത്യാശകളുടെയും സന്ദേശം പകർന്ന് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പുതുവത്സരാഘോഷം ശ്രദ്ധേയമായി. കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി കേക്ക് മുറിച്ച് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് SR അരുൺ ബാബു ഉദ്ഘാടനം ചെയ്തു. നമുക്ക് ഏതെല്ലാം നിലയിൽ നമ്മൾ സമ്പന്നമായാലും, കാർഷിക മേഖലയിലായാലും വ്യാവസായിക മേഖലയിലായാലും അതുപോലെ സമ്പത്തിൻ്റെയും സൈനിക മേഖലയിലുമെല്ലാം നമ്മൾ വലിയ സമ്പന്നന്മാരായാലും ആ നാട് സർവതല സ്പർശിയായ സമ്പന്നമാകുന്നത് നല്ല കലാകാരന്മാരുണ്ടാകുമ്പോൾ, നല്ല കായിക താരങ്ങളുണ്ടാകുമ്പോൾ, എഴുത്തുകാരുണ്ടാകുമ്പോൾ, സാംസ്കാരിക പ്രവർത്തകരുണ്ടാകുമ്പോൾ, സാംസ്കാരിക പ്രവർത്തകരെയും കലാകാരന്മാരെയും കായിക താരങ്ങളെയും എഴുത്തുകാരെയും എല്ലാം ചേർത്തു നിർത്താനുള്ളൊരു മനസ്സുണ്ടാകുമ്പോഴാണ് ഒരു നാട് സമ്പന്നമാകുന്നത്. ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VP ജയപ്രകാശ് മേനോൻ അധ്യക്ഷത വഹിച്ചു. താലൂക്ക് പ്രസിഡന്റ് കടത്തൂർ മൻസൂർ, സെക്രട്ടറി V വിജയകുമാർ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ M സുരേഷ് കുമാർ, വിജയമലാലി, ജില്ലാ കൗൺസിൽ അംഗം P ദീപു, A സജീവ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഈ ആഘോഷങ്ങൾ അവസാനിക്കുമ്പോൾ എല്ലാ ദിവസവും ആഘോഷങ്ങളാകത്തക്കവണ്ണം നമുക്ക് നമ്മുടെ വീടുകളിലേക്കും നമ്മൾ നിൽക്കുന്ന ഇടങ്ങളിലേക്കും പോകണം എന്ന പ്രതിജ്ഞയായിരിക്കണം എടുക്കേണ്ടത്. മനുഷ്യൻ എല്ലാ കാലത്തും അവൻ്റെ വേദനകളെ മാറ്റി നിർത്തിക്കൊണ്ട് സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണ്. പക്ഷെ പലപ്പോഴും അത്തരം സന്തോഷവും സമാധാനവും എല്ലാ മനുഷ്യരും എല്ലാ കാലത്തും കിട്ടില്ല. പ്രിയം അക്കാദമി ഓഫ് മ്യൂസിക് അവതരിപ്പിച്ച ഗാനസന്ധ്യ, ചിലങ്ക നൃത്തവിദ്യാലയം അവതരിപ്പിച്ച നൃത്തനൃത്യങ്ങൾ, ചവറ സെഞ്ചുറി ലൈബ്രറി പ്രവർത്തകരും ആലപ്പാട് ഗവൺമെന്റ് LP സ്കൂൾ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച തിരുവാതിര തുടങ്ങിയ കലാപരിപാടികളും നടന്നു. പ്രതിഭകൾക്കുള്ള ആദരവും സമ്മാന വിതരണവും നടന്നു. പുതുവർഷ പുലരി വരെ നീണ്ട പരിപാടികളിൽ ദീപം തെളിയിച്ചും കരിമരുന്ന് പ്രയോഗത്തോടെയുമാണ് പുതുവർഷത്തെ വരവേറ്റത്. പങ്കെടുത്തവർക്കെല്ലാം നാടൻ പുഴുക്കും ചുക്കുകാപ്പിയും കേക്കുമെല്ലാം ഒരുക്കിയിരുന്നു. പരിപാടികൾക്ക് KS പ്രിയ, പ്രിയദർശിനി, അനിൽ മത്തായി, ഗ്രന്ഥശാല പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.